എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജുണ്ണിനെയും സോങ്ങിനെയും കാണിച്ചുകൊണ്ടാണ് രണ്ടുപേരും ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടുപേരെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. നമ്മുടെ സോങ് ആയിരുന്നാലും ഭയങ്കര നെർവസ് ആയിരുന്നു. അവൾ അങ്ങനെ വന്ന് ജുണ്ണിനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരും. അവനാണെങ്കിൽ ഇപ്പോൾ ഒട്ടും സുഖമില്ലായിരുന്നു. അവന് നല്ലതുപോലെ പനിയൊക്കെ പിടിച്ചിട്ട് അവൻ്റെ ഹേർട്ട് ബീറ്റൊക്കെ നല്ലതുപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിനെ ആണെങ്കിൽ നല്ലതുപോലെ കെയർ ചെയ്യാൻ നോക്കും. അവൻ്റെ നെറ്റിയിലൊക്കെ കൈ വെച്ച് നോക്കും. എന്നാൽ നമ്മളുടെ ജൂണാണെങ്കിൽ നല്ലതുപോലെ അപ്സെറ്റ് ആയിട്ട് അവളുടെ അടുത്ത് പറയും, നീ ഇവിടെ വന്ന് മാറി നിന്നാൽ മതി, ഞാൻ ഓക്കെ ആയിക്കോളൂ എന്ന്. എന്നാൽ നമ്മുടെ സോങ്ങിന് മനസ്സിലാവും ജൂണിൻ്റെ ഹേർട്ട് ബീറ്റ് നല്ലതുപോലെ കൂടിയിട്ടുണ്ട് എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജിക്യോങ്ങിൻ്റെ ചേട്ടനെയാണ്. അവൻ്റെ അസിസ്റ്റന്റ് വന്നിട്ട് പറയും, നമ്മുടെ സോങ്ങിനെ എപ്പോഴും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ജൂൺ എന്ന് പറയുന്ന ഒരു ചെറുക്കനായെന്ന്. മിക്കവാറും പെൻഡ്രൈവും അവൻ്റെ കയ്യിൽ തന്നെ കാണും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ സോങ് എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുന്നതാണ്. അവൾ വിചാരിക്കും, എന്നാലും ഞാനും അവനും ഒന്ന് കിസ് ചെയ്തെന്നും വെച്ചിട്ട് എന്താ ജൂണിന് ഇത്രയ്ക്കും അങ്ങ് വയ്യാണ്ടായത്, എന്തായിരിക്കും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും നമ്മുടെ ജൂണിനെ കാണാൻ വരും. അവൻ്റെ ഹേർട്ട് ബീറ്റ് നോക്കുമ്പോൾ അവൻ്റെ ഹേർട്ട് ബീറ്റ് ഇപ്പോഴും നല്ലതുപോലെ കൂടിയിരിക്കുമായിരുന്നു. ഉടനെ തന്നെ ജൂൺ പറയും, നീ ഇവിടെ നിന്ന് മാറി നിൽക്കോ, എനിക്ക് എങ്ങനെയെങ്കിലും ഒറ്റയ്ക്കിരുന്നാൽ മതി എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സോങ്ങിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുന്നതിന് ഭയങ്കര സങ്കടം വരും. അങ്ങനെ അവൾ വേഗം തന്നെ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കാര്യം പറയും, നമ്മളുടെ ജൂണിനൊട്ട് സുഖമില്ല എന്ന്. അപ്പോൾ അവൾ പറയും, നീ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ നമ്മളുടെ സോങ് ആണെങ്കിൽ വന്നിട്ട് ജൂണിൻ്റെ ഷർട്ടൊക്കെ തുറന്ന് അവൻ്റെ ദേഹത്തായിട്ട് ഐസ് കട്ടയൊക്കെ എടുത്ത് വയ്ക്കും. എന്നിട്ട് തലയിലായിട്ട് തുണിയിൽ വെള്ളം മുക്കി എടുത്ത് വയ്ക്കും. ഇത് കാണുന്ന നമ്മുടെ ജൂൺ പറയും, നീ എന്ത് ചെയ്യുക, എനിക്കിങ്ങനെ ഒന്നും ചെയ്യേണ്ട എന്ന്. അപ്പോൾ നമ്മുടെ സോങ് പറയും, ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമില്ല, നിന്റെ പനി മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം കിസ് ചെയ്തെന്ന് വെച്ചിട്ട് നിനക്ക് ഇങ്ങനെയും പനിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിലും ഒരു ആക്ട്രസിനെ കിസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ വരുമായിരിക്കും അല്ലേ, എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇങ്ങനെ കാണുന്നത് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നൊക്കെ നമ്മളുടെ സോങ് പറയും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ജിക്യോങ്ങിനെയാണ്. അവനാണെങ്കിൽ സിമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അവൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, നീ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ എന്ന്. എന്നാൽ സിമി ആണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവളുടെ ഫോൺ അങ്ങ് ഓഫ് ആക്കി വെക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ജൂണിനെയാണ്. അവനാണെങ്കിൽ നല്ലതുപോലെ തണുക്കുന്നത് കാരണം അവന് ആ ജനൽ അടയ്ക്കണമെന്നുണ്ട്. അവനവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് അടയ്ക്കാൻ നോക്കും. എന്നാൽ അവൻ്റെ കയ്യിലിപ്പോൾ പവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം അവനിപ്പോൾ നല്ല വീക്കല്ലേ. അതേസമയം തന്നെ നമ്മളുടെ സോങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ ജൂണിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബാഗിനകത്ത് കയറി ഇങ്ങനെ സ്ലിപ്പൊക്കെ ഇട്ട് കിടന്നുറങ്ങുവാണ്. അതായത് നമ്മുടെ ജൂണിനെ ഇറിറ്റേറ്റ് ചെയ്യാനും പാടില്ല, എന്നാൽ അവക്കാണെങ്കിൽ അവനെ നോക്കുകയും വേണം. ഇത് കാണുന്നത് നമ്മളുടെ ജൂണാണെങ്കിൽ പറയും, നീ ഇവിടെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്, നിനക്ക് നിൻ്റെ റൂമിലോട്ട് പോവാമെന്ന്. എന്നാൽ നമ്മളുടെ സോങ് ആദ്യമേ അതിന് റെഡി ആവത്തില്ല. എങ്കിലും അവളാണെങ്കിൽ അവസാനം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി നോക്കും. എന്നാൽ അവളിപ്പോൾ ഏത് ബാഗിലാണോ കിടക്കുന്നത് അതിനകത്തുനിന്ന് അവൾക്ക് തുറന്നു വരാൻ വേണ്ടി പറ്റത്തില്ല. അവൾ അവിടെ കിടന്ന് ചാടി ചാടി അവിടെ മൊത്തം അലങ്കോലാക്കും. അവസാനം നമ്മളുടെ ജൂൺ തന്നെയാണ് ഇവളെ എടുത്ത് ആ ഹാളിലുള്ള സെറ്റിയിലായിട്ട് കൊണ്ടുവന്നങ്ങ് ഇടുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിനെ ഒത്തിരി വഴക്ക് പറയും. അതിനുശേഷം കാണിക്കുന്ന ജൂണിൻ്റെ വീട്ടിലായിട്ട് അവൻ്റെ ഫ്രണ്ട് വരുന്നതാണ്. ഇവനെ കാണുന്നത് നമ്മളുടെ സോങ് പറയും, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എന്നെ ഇതിൽ നിന്ന് പുറത്താക്കണം എന്ന്. അങ്ങനെ അയാളാണെങ്കിൽ ഇവളെ ഹെൽപ്പ് ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ സോങ് ആണെങ്കിൽ പറയും, ജൂണിന് ഒട്ടും വയ്യ, അവന് നല്ല പനി പിടിച്ച് കിടക്കുക എന്ന്. നമ്മളുടെ ഈ ജൂണിൻ്റെ ഫ്രണ്ട് ആയിരുന്നാലും ജൂണിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് അവസാനമായിട്ട് പനി പിടിച്ച് കിടന്നത്? അന്ന് ഏതോ ഒരു പെണ്ണ് നിങ്ങൾക്ക് ജ്യൂസിനകത്ത് എന്തോ കലക്കി തന്നതല്ലേ, ഇത്തവണ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ പനി പിടിച്ചത്? നിങ്ങളെന്താ ആ സോങ്ങിൻ്റെ കൂടെ എന്തെങ്കിലും കഴിച്ചോ? ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജൂണാണെങ്കിൽ ഒന്നും പറയാണ്ട് തിരിഞ്ഞു കിടന്നങ്ങ് ഉറങ്ങാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ട് പറയും, എന്തൊക്കെയായിരുന്നാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരായിട്ട് ഒരുപാട് അറ്റാച്ച് ആവരുത് എന്ന കാര്യം. ഉടനെ തന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഭയങ്കര വിഷമമാവാൻ പോകുന്നത് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ്സ് ആണെങ്കിൽ യൂറയുടെ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം വരെ വരുന്നതാണ്. അത് വേറെ എവിടെയല്ല, നമ്മളുടെ യൂറയുടെ വീട്ടിൽ തന്നെയാണ്. അവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ യൂറ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ ആ ഡിറ്റക്റ്റീവ്സ് തമ്മിൽ സംസാരിക്കും. അതിനകത്ത് ഒരാൾ പറയും, മിക്കവാറും ആ ജൂൺ തന്നെയായിരിക്കും ആ യൂറയുടെ ബോയ് ഫ്രണ്ട്. ജൂൺ ആണെങ്കിൽ എപ്പോഴും യൂറയും സോങ്ങും തമ്മിൽ അടി ഉണ്ടാകുമ്പോൾ സോങ്ങിനെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. മിക്കവാറും സോങ്ങിനും ജൂണിനെ ഇഷ്ടമായിരിക്കും, അതിൻ്റെ പേരിലായിരിക്കും സോങ് യൂറേനെ കൊന്നത് എന്ന് പറയും. ഉടനെ തന്നെ നമ്മുടെ സിമിയുടെ ചേട്ടൻ പറയുന്നത്, നമുക്ക് എന്തായിരുന്നാലും ഇപ്പം കറക്റ്റ് പ്രൂഫൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ അസംഷൻസ് ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജിക്യോങ്ങിൻ്റെ ചേട്ടനെയാണ്. അവൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയും, അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട് യൂറ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ പോലീസ് അടുത്തതിനി അന്വേഷിക്കാൻ പോകുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് ആരാണ് എന്ന. ഉടനെ തന്നെ ജിക്യോങ്ങിൻ്റെ ചേട്ടൻ്റെ ആ ഒരു അസിസ്റ്റൻറ്റിലെ അവൻ പറയും, നമ്മളുടെ സോങ് ആയിരുന്നാലും ആ പെൻഡ്രൈവ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അവൾ ആദ്യമേ പോകുന്നതും പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരോരോന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ ജുണ്ടിനെ നല്ലതുപോലെ കെയർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അവൾ അവിടെയുള്ള ഡയറി എടുത്ത് വായിച്ചു നോക്കുന്നതൊക്കെ ഓർത്തു നോക്കും. അവൾക്ക് ഓർമ്മ വരും, നമ്മളുടെ ജൂൺ ആണെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഭൂമിയിലുള്ള ലാസ്റ്റിലത്തെ 3 മാസത്തിനെ പറ്റിയിട്ടല്ലേ. അവൾ വിചാരിക്കുന്നത് അവൻ എന്തിൻ്റെ പേരിലായിരിക്കും അങ്ങനെ എഴുതിയത് എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിൻ്റെ അമ്മേനെ കാണാൻ
വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ വരുന്നതാ. അതും നമ്മളുടെ സോങ്ങിനാണെങ്കിൽ ഒരു പ്രോജക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിൽ തന്നെ അയാൾ നമ്മുടെ സോങ്ങിനെ നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും. ഇത് കേൾക്കുന്ന സോങ്ങിന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാഞ്ഞാൽ അയാളുടെ മുഖത്തായിട്ട് നല്ലതുപോലെ വെള്ളം കോരിയും ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂണിന്റെ അടുത്താണെങ്കിൽ സോങ് വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. കൂട്ടത്തിൽ തന്നെ അവന്റെ കയ്യിലുള്ള മുറിവും ചെക്ക് ചെയ്ത് നോക്കും. ഉടനെ എന്നെ ജൂണ് പറയും, നീ എൻ്റെ അടുത്തുനിന്ന് മാറി നിന്നാൽ മതി, എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന്. അവിടെയായിട്ട് നമ്മളുടെ സോങ് ആണെങ്കിൽ ചോദിക്കും, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണം. നിന്നെ സംബന്ധിച്ച് നിനക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ ആരാണ്? എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ജൂണ് പറയും, എനിക്ക് അങ്ങനെ ഒരാളില്ല എന്ന്. അപ്പോൾ നമ്മളുടെ സോങ് ചോദിക്കും, അതെന്താ അങ്ങനെ? എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും അമ്മയും തമ്മിൽ അടിയിട്ട സമയത്ത് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അച്ഛനെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ ഒരു ട്രക്ക് ഇടിക്കാൻ വന്നു. ആ ടൈമിൽ ഒരാൾ എന്നെ രക്ഷിക്കാൻ വന്നിരുന്നു. അത് ആരാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ അയാൾക്ക് എന്തോ ശക്തി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജൂണ് പറയും, നീ അതിലൊന്നും വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ്ങിൻ്റെ ഫോണിലായിട്ട് ജെക്യോങ്ങിൻ്റെ ചേട്ടൻ്റെ കോള് വരും. ഉടനെ തന്നെ നമ്മളുടെ ജൂണാണെങ്കിൽ ആ ഫോൺ അങ്ങ് തള്ളി തറയിലിടും. അതും അവൻ്റെ പവർ യൂസ് ചെയ്തിട്ടാ. യഥാർത്ഥത്തിൽ നമ്മുടെ ജെക്യോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ഇവളുടെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് വന്ന് നിന്നിട്ടാണ് ഇവളെ കോൾ ചെയ്യുന്നത്. ഇത് നമ്മളുടെ ജൂണിന് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് അവിടെ പറയാൻ തുടങ്ങും, എനിക്ക് തോന്നുന്നത് ഈ ജെക്യോങ്ങിൻ്റെ ചേട്ടനും എന്നെ ഇഷ്ടവാ എന്നാ. അപ്പോൾ നമ്മളുടെ ജൂൺ ചോദിക്കും, അതെന്താ നിനക്ക് എല്ലാവരെയും കാര്യത്തിൽ അങ്ങനെ തോന്നുന്നത്? നിന്നെ മാത്രമേ ഈ ലോകത്ത് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവള് പറയും, മിക്കവാറും ജെക്യോങ്ങിൻ്റെ ചേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും അവനും യൂറയും തമ്മിൽ അടിയുണ്ടായത്. അതുകൊണ്ടായിരിക്കും അവള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജൂണ് പറയും, നിനക്കെന്താ പ്രാന്താണോ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ എന്ന് ചോദിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ സോങ് പറയും, എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉള്ള ഒരാളിനെയാണ് എപ്പോഴും എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഞാൻ ജെക്യോങ്ങിനെ ഇത്ര കാര്യമായിട്ട് കാണുന്നതും. അവൻ ഇത്രയും കാലവും എൻ്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജൂണിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. അവൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ജെക്യോങ്ങിൻ്റെ ചേട്ടനെ കാണുന്നതും അവൻ ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ എടുക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയും, ഞാനിവിടെ സോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. എനിക്ക് അവളുടെ അടുത്തൊരു കാര്യം പറയണം. നീ ആ മെസ്സേജ് അവളുടെ അടുത്ത് പാസ് ചെയ്തിരുന്നാൽ മതി. ഞങ്ങൾ ഉടനെ തന്നെ മീറ്റ് ചെയ്യുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോകും. എന്നാൽ നമ്മുടെ ജൂൺ അങ്ങനെ വെറുതെ ഇവിടത്തൊന്നുമില്ല. ഇവൻ പോകുന്നതും പെട്ടെന്ന് തന്നെ ഇവൻ്റെ ലിഫ്റ്റ് അങ്ങ് കയറി പിടിച്ച് അത് ബ്ലോക്ക് ആക്കിയിട്ട് അവൻ ചോദിക്കും, നിനക്ക് എന്താ യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ ജെക്യോങ്ങിൻ്റെ ചേട്ടൻ പറയും, എനിക്ക് നന്നായിട്ടറിയാം നിന്റെ കയ്യിലാണ് ആ പെൻഡ്രൈവ് ഉള്ളത് എന്ന്. ആ പെൻഡ്രൈവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സോങ്ങിനെ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല, നിങ്ങളെ ഞാൻ ജീവനോടെ കൊല്ലുമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. താഴെ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നതും അവിടെ നമ്മുടെ ജൂൺ നിൽക്കുന്നുണ്ടായിരുന്നു. ജൂണിനെ ഇവിടെ കാണുന്നത് നമ്മളുടെ ഈ ജെക്യോങ്ങിൻ്റെ ചേട്ടൻ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അവൻ വിചാരിക്കും, ഇവൻ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന്. ഉടനെ തന്നെ നമ്മുടെ ജൂൺ പറയും, സോങ്ങിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജൂൺ ആണെങ്കിൽ സൈക്കിളിൽ ഇങ്ങനെ പോകാൻ നേരത്ത് അവനെ കാണാൻ വേണ്ടിയിട്ട് സിമി വരുന്നതാണ്. അവനെ തടഞ്ഞു നിർത്തിയിട്ട് സിമി ആണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്നിട്ട് അവൾ പറയും, ഞാനാണെങ്കിൽ സോങ്ങിൻ്റെ ഫ്രണ്ടാണ്, അവൾ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂണിന് ഓർമ്മ വരുന്നത് സോങ് ആണെങ്കിൽ സിമിനെ പറ്റി കുറ്റം പറഞ്ഞ കാര്യങ്ങളാണ്. അവൻ അവിടെ പറയും, ഞാനതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന്. ഉടനെ തന്നെ സിമി പറയും, യൂറയുടെ മരണത്തിന് ശേഷം സിമിക്കും സോങ്ങിനും ഇടയിലായിട്ട് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. ഞാൻ അവളുടെ കൂടെ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ എന്നെ അതിൻ്റെ പേരിൽ സഹായിക്കണം എന്നൊക്കെ നമ്മുടെ ജൂണിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ ജൂൺ ഒന്ന് ആലോചിക്കും. അത് കഴിഞ്ഞ് അവൻ നേരെ വന്ന് സോങ്ങിൻ്റെ അടുത്ത് ഇക്കാര്യമൊക്കെ പറയും, അതായത് സിമിനെ കണ്ടതൊക്കെ. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് നല്ലതുപോലെ ദേഷിക്കാൻ തുടങ്ങും. നീ എന്തിനാണ് അവളുടെ അടുത്ത് സംസാരിക്കാൻ പോയത്? എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂൺ അവളുടെ അടുത്ത് പറയും, സിമി നല്ലൊരു പെങ്കൊച്ചാണ്, നിനക്ക് അവളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ എന്താണ്? യഥാർത്ഥത്തിൽ നിനക്ക് നല്ല ഫ്രണ്ട്സും ഫാമിലിയും ഒന്നും ഇല്ലാത്തതിൻ്റെ റീസൺ തന്നെ നീ ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നുണ്ടാ. നീ എന്തുകൊണ്ടാണ് നിന്റെ സ്വന്തം ഉള്ളിലുള്ള കുറ്റങ്ങളെ ഒന്നും പുറത്തെടുത്ത് നോക്കാത്തത്? ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ സോങ്ങിനാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അവൾ പറയും, എനിക്ക് നിന്റെ അടുത്ത് മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ദേഷിച്ചങ്ങ് പോവും. ഇത് കാണുന്നതും നമ്മളുടെ ജൂണും അങ്ങ് ഒരുമാതിരി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സിമി ആണെങ്കിൽ ജേക്കോ അങ്ങനെ കണ്ടിട്ട് നമ്മളുടെ ജൂണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന, അതായത് പണ്ട് നമ്മളുടെ സോങ്ങിനെ ആണെങ്കിൽ അവർ രക്ഷിച്ചില്ലായിരുന്നോ ആ ഫോട്ടോ. എന്നിട്ട് അവൾ പറയും, ഇപ്പോഴും നമ്മുടെ സോങ്ങിന്റെ കൂടെ നിൽക്കുന്നത് അതേ ആൾ തന്നെയാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജേക്കോ ഒന്ന് സർപ്രൈസ്ഡ് ആവും. അവൻ വേഗം തന്നെ ജൂണിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലോട്ട് വരാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ സോങ്ങും ജൂണിന്റെ വീട്ടിലായിട്ട് വരും. അവിടെയായിട്ട് ജൂൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വിചാരിക്കും, ഇനി എന്നോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് അവൻ ഈ വീട് വിട്ടു പോയോ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കനും അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ജേക്കോങ് ആണെങ്കിൽ സോങ്ങിനെ വന്ന് വിളിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ ജൂണിന്റെ വീട്ടിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാണുന്നേ നമ്മുടെ ജേക്കോങ് പറയും, നീ ഇപ്പോഴും ഈ അപ്പാർട്ട്മെന്റിൽ ഒളിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ വീടുണ്ടല്ലോ, നിനക്ക് അവിടോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഫാം ഹൗസിലോട്ട് നമ്മളുടെ സോങ്ങിനെ ഇൻവൈറ്റ് ചെയ്യും. അവസാനം അവൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവൾ വിചാരിക്കും, ഇനിയിപ്പോൾ ആ ജൂൺ ഒന്ന് പഠിക്കും, അവൻ എന്നെ കാണാതാകുമ്പോൾ അവൻ
അവൻ എന്നെ മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും. ആ സമയത്ത് അവളാണെങ്കിൽ അവിടെയുള്ള വേസ്റ്റ് ബിന്നിലായിട്ട് കുറച്ച് കാറിന്റെ കുഞ്ഞു കുഞ്ഞു പീസുകൾ കാണും. അതായത് ഗ്ലാസ് പീസസിനകത്ത് രക്തം പറ്റിയിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ സോങ്ങിന് മനസ്സിലാവും, അതായത് അന്ന് നമ്മളുടെ സോങ്ങിനെ രക്ഷിച്ച വേറെ ആരുമല്ല ജൂൺ തന്നെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ജേക്കൊങ്ങ് താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ജൂണിനെ കാണും. പെട്ടെന്ന് തന്നെ ജേക്കൊങ്ങ് പറയും, ഇനി മേലെ അവളുടെ അടുത്തോട്ട് വന്നു പോരുത്, എനിക്ക് നന്നായിട്ടറിയാം 10-15 വർഷങ്ങൾക്ക് മുന്നായിട്ട് നീ തന്നെയാണ് അവളെ രക്ഷിച്ചത് എന്ന്. എന്നാൽ നമ്മുടെ ജൂൺ ആണെങ്കിൽ അവിടെ പറയും, അത് ഞാനൊന്നുമല്ല, അത് നിനക്ക് വെറുതെ തോന്നുന്നതാ എന്ന്. എന്നാൽ നമ്മളുടെ ഈ ജേക്കൊങ് ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയും, നീ ആണെങ്കിലും അല്ലെങ്കിലും അവളുടെ അടുത്തുനിന്ന് മാറി നിന്നോണം, അവൾ എൻ്റെത് മാത്രമാ എന്ന്. അതേസമയം തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ ജേക്കൊങ്ങിന് മെസ്സേജ് അയച്ചിട്ട് പറയും, ഞാനാണെങ്കിലേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, എനിക്ക് ജൂണിൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്ന്. ജൂൺ അങ്ങനെ മുകളിലോട്ട് വരുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, നീ സത്യം പറഞ്ഞോ, നീ തന്നെയല്ലേ എന്നെ അന്ന് രക്ഷിച്ചത്? ദാ ഈ പീസസ് കണ്ടില്ലേ, ഇതെൻ്റെ കാറിൻ്റെ തന്നെ അല്ലേ? ഉടനെ തന്നെ ജൂൺ ചോദിക്കും, നിനക്കെന്താ പ്രാന്താണോ? അത് നിന്റെ കാറിൻ്റെ ആണെന്ന് ആരാ പറഞ്ഞത്? എന്നാൽ നമ്മളുടെ സോങ് ആണെങ്കിൽ വേഗം തന്നെ ഇവൻ്റെ കൈ പിടിച്ചിട്ട് അവൻ്റെ കയ്യിലുള്ള ആ മുറിവൊക്കെ നോക്കും. എന്നാൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് സോങ് പറയും, എനിക്ക് നീ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, നിനക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ജൂണും പറയും, അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, നീയും ഭയങ്കര വിചിത്രമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിട്ട് വന്ന് താമസിക്കുന്നതാണ്. അവൾ ജേക്കൊങ്ങിൻ്റെ കൂടെ പോയിട്ടില്ലായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ ഫ്രണ്ട് ഇല്ലേ, അവളുടെ സംസാരം കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവും അവൾക്ക് നമ്മുടെ ജൂണിനെ ഭയങ്കര ഇഷ്ടമായെന്ന്. അവൾ നമ്മളുടെ ജൂണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ചെന്നിട്ടുണ്ട്. അവൻ എന്നാൽ അതെല്ലാം റിജക്റ്റ് ചെയ്ത് വിടുക ചെയ്തിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ജേക്കൊങ് ആണെങ്കിൽ നമ്മുടെ സോങ്ങിൻ്റെ വീട്ടിലായിട്ട് CCTVയും അതേപോലെ തന്നെ പുതിയ ലോക്കും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. കൂടെ തന്നെ അവനാണെങ്കിൽ ജേക്കൊങ്ങിൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവളെ നിങ്ങളൊന്ന് സംരക്ഷിച്ചോണോ എന്ന്. അതിനുശേഷം കാണിക്കുന്ന ജേക്കൊങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് ഇരുന്ന് പറയുന്നതാ, അതായത് ജൂണിനെ ആണെങ്കിൽ 15ാമത്തെ നിലയിൽ കണ്ടിട്ട് അവൻ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നപ്പോൾ അവിടെ തന്നെ അവൻ വീണ്ടും നിൽക്കുന്നത് കണ്ടു. ഇതെങ്ങനെ സംഭവിച്ചാണ്, അവൻ വല്ല മജീഷ്യൻ വല്ലതും ആണോ എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ സ്വന്തമായിട്ടിരുന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് 2 ഡിറ്റക്റ്റീവുമാരോട് ചേർന്നിട്ട് നമ്മുടെ യൂറയുടെ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരവിടെ പറയും യൂറ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേയും അവളുടെ ആ ചേച്ചി പറയാൻ തുടങ്ങും, എനിക്ക് പക്ഷെ അത് ആരാണെന്ന് അറിയത്തില്ല, ഇവക്ക് ആരോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അവൾ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന്. ഇതൊക്കെ ആ ഡിറ്റക്റ്റീവുമാർ പേപ്പറിലായിട്ട് എഴുതി വെക്കും. അവർക്ക് ഇപ്പോഴും നല്ല കൺഫ്യൂഷൻ ഉണ്ട്, ആരായിരിക്കും അവളുടെ കാമുകനെന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജേക്കൊങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയുന്നതാ, നമ്മളുടെ ജൂണിൻ്റെ മേലിൽ ഒരു കണ്ണ് വെച്ചേക്കണം, അവൻ ഇനി എവിടെ പോകുന്നു എന്നൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണം എന്ന്. യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മുടെ ജൂണ് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന ജേക്കൊങ് ആണെങ്കിൽ സോങ്ങിനെ വിളിച്ച് സംസാരിക്കുന്നതാ. ആ സമയത്ത് തന്നെ ജേക്കൊങ്ങിൻ്റെ ചേട്ടൻ അവിടേക്ക് വരും. അപ്പോൾ അവൻ ചോദിക്കും, സോങ് ഇപ്പോൾ എവിടെയായിട്ടാ നിൽക്കുന്നത് എന്നൊക്കെ. ഉടനെ തന്നെ ജേക്കൊങ് പറയും, ഏതോ ഒരാൾ അവളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവളെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് എന്ന്. ഉടനെ തന്നെ ജേക്കൊങ് പറയാൻ തുടങ്ങും, അല്ല നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ സോങ്ങിനെ പറ്റി ചോദിക്കുന്നത്? ഉടനെ തന്നെ ഈ ജേക്കൊങ്ങിൻ്റെ ചേട്ടൻ പറയും, അത് നിനക്ക് അവളെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അവളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നോക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവൻ്റെ വീട്ടിലായിട്ട് വന്നിട്ട് ആ പെൺഡ്രൈവ് ഇട്ട് നോക്കുന്നതാണ്. അതിനകത്തൊരു പെങ്കൊച്ചാണെങ്കിൽ നമ്മുടെ യൂറ എടുത്ത് സംസാരിക്കുമായിരുന്നു. അവൾ പറയും, എനിക്ക് ജേക്കൊങ്ങിൻ്റെ ചേട്ടൻ്റെ ഒരുപാട് രഹസ്യങ്ങളൊക്കെ അറിയാം, അവൻ ഭയങ്കര മോശമാണ്, നീയും അവൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം എന്ന്. അതേപോലെ തന്നെ അടുത്ത വീഡിയോയിലായിട്ട് ഈ ജേക്കൊങ്ങിൻ്റെ ചേട്ടനും യൂറയും കൂടി കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ഫുട്ടേജും ഉണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ എപ്പോൾ എഴുന്നേറ്റാലും നമ്മളുടെ ജൂണിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവക്ക് മെസ്സേജ് ഒന്നും ഇട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിന് മെസ്സേജ് അയക്കും, എന്നാൽ അവനാണെങ്കിൽ അത് കണ്ടിട്ട് റിപ്ലൈ പോലും കൊടുക്കത്തില്ല. അതേസമയം തന്നെ നമ്മുടെ സോങ്ങിനാണെങ്കിൽ ബാങ്കിൽ നിന്ന് കോൾ വരും. അപ്പോൾ അയാൾ പറയുന്നത് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് കുറവായതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിരിക്കുക എന്നാ. അങ്ങനെ നമ്മളുടെ സോങ് ആണെങ്കിൽ അയാളെ വന്ന് മീറ്റ് ചെയ്തതിന് ശേഷം അവളുടെ ഫാൻസി ആയിട്ടുള്ള ബാഗുകളില്ലേ അതെല്ലാം ഓൺലൈൻ സൈറ്റിലിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിനകത്ത് അവൾ നമ്പർ കൊടുക്കുന്നതേ നമ്മളുടെ ജൂണിൻ്റേതായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന അവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ അമ്മ വന്നിട്ട് ഒരു ഡയറക്ടറിൻ്റെ ഒരു കോൺട്രാക്ട് കാണിക്കുന്നതാണ്. അയാളുടെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവൾ അയാൾക്ക് എത്രയോ മടങ്ങ് ക്യാഷ് കൊടുക്കേണ്ടി വരുമെന്ന്. ഉടനെ തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ പറയും, അതിന് ഞാനിതിൽ സൈൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പൈസ കൊടുക്കുന്നതെന്ന്. അങ്ങനെ അവളുടെ ഡയറക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള മുകളിലായിട്ട് വരുന്നതാണ്. അവിടെ വെച്ചിട്ട് അവൾ പറയും, എനിക്ക് എന്തൊക്കെയായിരുന്നാലും എൻ്റെ ലൈഫിൽ എനിക്ക് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കണം,
നീ എന്നെ അതിന് വേണ്ടിയിട്ട് സഹായിക്കുമോ, എൻ്റെ കൂടെ നീ നാളെ ഡയറക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരുമോ? അവസാനം നമ്മുടെ ജൂൺ അതിന് സമ്മതിക്കും. അങ്ങനെ നമ്മുടെ സോങ്ങും ജൂണും കൂടി ചേർന്നിട്ട് ഡയറക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇവിടെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ഒരു ലോയറിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സോങ്ങിന്റെ കയ്യിൽ നിന്ന് പെനാൽറ്റി വാങ്ങിച്ചെടുക്കാൻ നോക്കുമ്പോൾ അതിനെ നല്ലതുപോലെ നമ്മുടെ ജൂൺ അങ്ങ് തകർത്ത് കളയും. അവൻ പറയും ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന്. ഇവിടെ നമ്മുടെ ജൂൺ ആണെങ്കിൽ ഒരു ഡോക്യുമെന്റിന്റെ ബേസിലുള്ള എല്ലാ ലോയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വായ അങ്ങ് അടപ്പിക്കും. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ചിറങ്ങാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ സിമിയും അതേപോലെ തന്നെ മിഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരോടും കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോങ്ങിനെ വിളിക്കും. അവൾ ആദ്യമേ പറ്റത്തില്ല എന്ന് പറയുമെങ്കിലും ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ ആണെങ്കിൽ ഓക്കെ പറയും. അങ്ങനെ ഇവര് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലായിട്ട് വന്നിരിക്കും. അവിടെ നമ്മുടെ മിഞ്ചി ആണെങ്കിൽ കോഫിയും കൊണ്ടുവരുന്നത് സോങ്ങിന്റെയും അതേപോലെ സിമിയുടെയും ദേഹത്തായിട്ട് കോഫി വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മിഞ്ചി ആണെങ്കിൽ വേഗം തന്നെ സിമിയുടെ ദേഹത്തുള്ള കോഫിയാണ് തുടച്ചു കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കാണുന്ന നമ്മളുടെ സോങ്ങിന് നല്ല ദേഷ്യം വന്നിട്ട് അവൾ ചാടി എഴുന്നേക്കും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ സിമി ആണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് സോറിയൊക്കെ പറയും മുന്നേ നടന്ന കാര്യത്തിന്. എന്നാൽ അതൊന്നും നമ്മുടെ സോങ് മൈൻഡ് ആക്കാനേ റെഡി ആവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ ആയിരുന്നാലും അവൻ്റെ കോട്ടൊക്കെ ഊരി നമ്മളുടെ സോങ്ങിൻ്റെ ദേഹത്തായിട്ട് ഇട്ട് കൊടുത്തിട്ട് അവളെയും കൊണ്ട് അങ്ങ് നടന്നു വരും. ഇവിടെയായിട്ട് കാറിലിരിക്കുന്നതും നമ്മുടെ ജൂൺ പറയും നീ അവരുടെ അടുത്ത് ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. ഈ ലോകത്തിലുള്ള ആൾക്കാരെല്ലാം ഡിഫറെൻ്റ് ആണ്. നീ എത്രത്തോളം അവരുടെ മുഖത്ത് നോക്കി സത്യം പറയുന്നോ അത്രത്തോളം അവർ നിന്നെ വെറുത്തുകൊണ്ടേ ഇരിക്കും. എന്നാൽ നമ്മുടെ സോങ് പറയുന്നത് എനിക്ക് അങ്ങനൊന്നും പറ്റത്തില്ല, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി. എന്നാൽ നമ്മളുടെ ജൂൺ അവിടെ പറയും നിനക്ക് അതും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ കാണുമെന്ന്. അതൊക്കെ വെറും മിഥ്യ മാത്രമാണ്. ഇത് കേൾക്കുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ ഭയങ്കര അപ്സെറ്റ് ആവും. അങ്ങനെ ഇവരാണെങ്കിൽ ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൽ വരുന്നതും നമ്മളുടെ സോങ് അവിടെ പറയും എൻ്റെ റൂമിൽ ഫുഡുണ്ട്, നീ എൻ്റെ വീട്ടിലോട്ട് വരുന്നോ എന്ന്. എന്നാൽ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് കയറി അങ്ങ് പോവും. അങ്ങനെ അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നതും അവിടെയായിട്ട് അവളുടെ അനിയനുണ്ടായിരുന്നു. അവൻ പറയും അമ്മ നമുക്ക് വേണ്ടിയിട്ട് കുറേ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ അനിയൻ്റെ അടുത്ത് പറയും നീ കുറച്ച് ഫുഡ് അപ്പുറത്ത് ജൂണിനോട് കൊണ്ട് കൊടുക്കുക. അങ്ങനെ അവൻ ഫുഡ് കൊടുത്തിട്ട് വരുന്നതും അവളുടെ അടുത്തൊന്ന് പറയുന്നത് അവിടെ ഏതൊരു ബോക്സ് നിനക്ക് വന്നിരിപ്പുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ പറയും ഓക്കെ ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ നല്ലതുപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ജൂണിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലായിട്ട് വരും. എന്നാൽ നമ്മുടെ ജൂൺ ആണെങ്കിൽ അവൾക്ക് വലിയ മൈൻഡൊന്നും കൊടുക്കത്തില്ല. അവൻ പറയും നീ ഇവിടെ നിൽക്കും, ഞാൻ ബോക്സ് എടുത്തോണ്ട് വരാം എന്ന്. എന്നാൽ നമ്മളുടെ സോങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ വീടിൻ്റെ ആ പാസ്വേഡ് അടിച്ചിട്ട് അവൻ്റെ വീടിൻ്റെ അകത്തായിട്ട് കയറും. എന്നിട്ട് ബോക്സ് വാങ്ങിയിട്ട് വേഗം തന്നെ കുറച്ച് കാര്യം പറഞ്ഞ് ഇങ്ങ് തിരിച്ചു വരും. എന്നാലും നമ്മുടെ സോങ് ആണെങ്കിൽ ജൂണിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ജേക്കോങ് ആണെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ ഫോൺ അടിക്കുന്നതും അവൻ ആ കോൾ എടുക്കും. ഉടനെ തന്നെ ഒരു വട്ട് പിടിച്ച് പെണ്ണ് പറയും നീ വേഗം തന്നെ എന്നെ കാണാൻ വരണം, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ അവിടെ വരും. ഉടനെ തന്നെ ജേക്കോങ് പറയും നിന്നെ ഏതെങ്കിലും പെണ്ണ് ശല്യം ചെയ്യുന്നുണ്ടോ, അതാണോ ആ പെണ്ണ് നിന്നെ കിടന്ന് വിളിച്ചിട്ട് നീ വരണോന്നൊക്കെ പറയുന്നത്. ഉടനെ തന്നെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ അതേ എന്ന് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജൂൺ ആണെങ്കിൽ പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന്. ഇതെല്ലാം നമ്മളുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് എടുത്തന്നില്ലേ അവനിതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ജൂണിനാണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരും എനിക്ക് നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവൾ അവൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കും അല്ല നിനക്ക് എൻ്റെ അടുത്ത് എന്താ ഒരു ഇഷ്ടവും ഇല്ലേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ ഒക്കെ എന്നെ പറ്റി മാത്രമേ ചിന്തിക്കത്തോളായിരുന്നു, പക്ഷേ നമുക്കിടയിൽ കിസ് നടന്നതിന് ശേഷം ഞാൻ എപ്പോഴും നിന്നെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവൾ വിചാരിക്കും നമ്മളുടെ ജൂൺ അവിടെ നിന്ന് പോയി എന്ന്. കാര്യം അവൾ തിരിഞ്ഞു നിന്നിട്ട് ഇതൊക്കെ പറയുന്നത്. എന്നാൽ നമ്മളുടെ ജൂൺ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ എന്ന്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവൾക്ക് റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ ഭയങ്കര എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അവൾ നല്ലതുപോലെ നാണം കെട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജൂണിനെ കാണാൻ വേണ്ടിയിട്ടിരുന്ന ആ ഡിറ്റക്റ്റീവിലെ അയാളെ ആരോ അടിച്ച് ബോധം കെടുത്തുന്നതാണ്. എന്നിട്ട് അയാളുടെ അടുത്തായിട്ട് ഒരു പേനയും വെച്ചു കൊടുക്കും. അതേസമയം തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിൽ ഈ ഡിറ്റക്റ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് തന്നെ അതിലൊരു ആംബുലൻസ് പോകുന്ന കാണുന്ന നമ്മുടെ ജൂണിന് ഒരു കാര്യം മനസ്സിലാവും. അവനങ്ങനെ അതിനെ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് അവിടെ ബോധം കെട്ടി കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ജൂണിന് മനസ്സിലാവും ഇതിന്റെ പിന്നിൽ ആരാ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ നോക്കാൻ നേരത്ത് അവിടെയായിട്ട് ജേക്കോങ്ങിന്റെ ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജൂൺ ആണെങ്കിൽ ജേക്കോങ്ങിന്റെ ചേട്ടനെ ഫോളോ ചെയ്ത് ഒരു മലയുടെ അടുത്തായിട്ട് വരും. അതേസമയം തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിനെ മിസ് ചെയ്തിട്ട് അവന്റെ വീട്ടിലായിട്ട് വരും. അവിടെ വന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ജൂണിനെ കാണിക്കും. അവനാണെങ്കിൽ ഈ ജേക്കോങ്ങിന്റെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് ഈ പെൺഡ്രൈവ് അല്ലേ ആവശ്യം, അത് തന്നു കഴിഞ്ഞാൽ നീ ഞങ്ങളെ വെറുതെ വിടുവോ. ഉടനെ എന്നെ ആ ജേക്കോങ്ങിന്റെ ചേട്ടൻ പറയും പിന്നില്ലേ ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളുടെ ജൂണിന് നേരെയായിട്ട് ഗണ്ണ് പോയിന്റ് ചെയ്യും. എന്നിട്ട് അവൻ പറയും ഞാൻ എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കും നീ ഇവിടെ ആത്മഹത്യ ചെയ്തതാ എന്ന്. അങ്ങനെ അവൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണിൻ്റെ ഒരു കാര്യം ഓർമ്മ വരും. അതായത് അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരുടെയും മുമ്പിൽ നിങ്ങളുടെ യഥാർത്ഥ രൂപം എക്സ്പോസ് ചെയ്യരുത് എന്ന്. എങ്കിലും അവനിവിടെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ സോങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ നമ്മുടെ ജൂണിൻ്റെ ആ ലൈബ്രറിയിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ ആ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ
അസിസ്റ്റന്റ് ഇല്ലേ അവനോട് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇവിടെയായിട്ട് ജേക്കോങ്ങിന്റെ ചേട്ടൻ നമ്മളുടെ ജൂണിനെ ഷൂട്ട് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് അപ്രതീക്ഷ അയങ്ങ് പോവും. അവൻ നേരെ വന്നിരിക്കുന്നേ ഇവന്റെ പുറകിലായിട്ടാ. എന്നിട്ട് അവരുടെ അടുത്ത് പറയും, ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു നിനക്ക് എന്നെ കൊല്ലാൻ പറ്റത്തില്ല എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.